നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഈവൻ ഞങ്ങളെ തന്നെ 10-25 ലക്ഷം രൂപ അടുത്ത് കടം വന്നേക്കാം. മനസ്സിലായി? ഞങ്ങൾ ആദ്യം ഉള്ള സമയത്ത് ഈ വസ്തു ഈ തള്ള സംബന്ധിച്ചിട്ട് ഈ വസ്തു വെച്ചിട്ട് കുറെ കാശ് വെച്ചാൽ ഈ പ്രശ്നം എല്ലാം പരിഹരിക്കും. അത് സംബന്ധിച്ചില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിന് ഒരുമാതിരിപ്പെട്ട തിരിപ്പ് വലിച്ചു പോയി ഒരുമാതിരിപ്പെട്ട കടക്കാരൻ ഭയങ്കര അറ്റാച്ചിലേക്ക് ലീഗലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ഏതാണ്ട് 10-30 ലക്ഷം രൂപ ആയിക്കൊള്ളാൻ വരാൻ പോകുന്നത് അവർ പറയുന്ന പലിശ എത്രയും വരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം തിരിച്ച് കൺസസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ആരും തന്നെ പോയാൽ വലിയ കാര്യമില്ല, കാശ് കൊടുത്തേ പറ്റും. അത് ഞാൻ പറയാം. ഏതാണ്ട് അവസ്ഥയിൽ ഇപ്പം അതിന് ഈ ഒരു ഘട്ടത്തിലൊക്കെയാണ് ഈ തള്ളയൊക്കെ വന്ന വീടിന് ഇവർക്ക് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നതൊക്കെ ഈ തള്ളയൊക്കെ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നലെ നാളെ ഇതിനകത്തൊക്കെ വിധി ഉണ്ടാവും. ആ കൊടുക്കേണ്ട കാശ് കൊടുത്തേ പറ്റും. Legal affairs are responsible to pay that. Legal affairs. Legal affairs. Property. Legal ഈ വിഷയത്തിൽ ഏതാണ്ട് ഈ വസ്തുവൊക്കെ കടക്കാർ കൊണ്ടുപോകുന്നതായിട്ട് നടക്കുന്നുണ്ട്. വലിയ പക്ഷെ എത്ര കാലം ഇതിനകത്ത് താമസിക്കാൻ പറ്റും എന്ന് ഡിപ്പെൻസ്. ഞാനിപ്പോ ചോദിച്ചു ഒരു മുറിയിൽ അല്ല അങ്ങനല്ല. അല്ല ഇപ്പൊ തൽക്കാലം താമസിക്കാനായിട്ട് വീട്ടുകാർ അനുവദിച്ചേക്കുന്നത് ലീഗൽ ഇഷ്യൂസ് വേറെ. വീട്ടുകാർ ഒരു മുറിയിൽ മാത്രമേ ഇവർക്ക് താമസിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. പിന്നെ തന്നെ നിറയെ ആൾക്കാർക്ക് കടം കൊടുക്കാറുണ്ട്. കിടപ്പ് മേടിച്ചായി പറയുന്നത് അത് ഇവർക്ക് കറക്റ്റാണ്. There is one question in between. So I'm just parking this conversation for a minute. The question that they asked was, there is an expense that is going to be equally shared. So what I've told them is, we pay 1,500 rupees each, collect it together, somebody will collect it together, publish the expense and contribution, and then carry forward. This is what I told. Is it acceptable? Okay. ശരി. പിന്നെ അതൊരു സിറ്റുവേഷൻ. രണ്ടാമത് എത്രത്തോളം കടമുണ്ടെന്ന് അറിയത്തില്ല. പല ആൾക്കാരും കടക്കാർ വന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്. കടക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പെട്രോൾക്കാർ പറയുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ ഏതെങ്കിലും ഫണ്ടോ വാങ്ങുകയാണെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ നേരിട്ട് നിയമപരമായ സാധ്യതയിൽ പോലും ബൈചാൻസ് ഏതെങ്കിലും അറ്റാച്ച്മെന്റ് വന്നാൽ ആ ഫണ്ടോടെ വേണം. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ ഏതെങ്കിലും നമ്മുടെ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കോടതി ബൈചാൻസിൽ അറ്റാച്ച് ചെയ്യാൻ അതിനകത്ത് നിങ്ങൾക്കറിയാം പലപ്പോഴും ഈ കേരളത്തിലൊക്കെ ഓൺലൈനൊന്നും അല്ല ഈ അറ്റാച്ച്മെന്റ് പിന്നെ അവസാനം അതാ പോയിന്റ്. ലീഗൽ ഇഷ്യൂസ് അവിടെ നിൽക്കട്ടെ. പുറത്തുള്ള ആൾക്കാരുടെ പൈസ വലിച്ചെടുത്ത ആൾക്കാർ വന്നിട്ട് അവരെ ഇതിനെ ഡിസ്കസ് ചെയ്യും. ഇവരും പറയുമായിരുന്നു ഞാൻ എത്ര ഉണ്ടെന്ന് വരും. അപ്പൊ അത് അറിയത്തില്ല. ഈ കിട്ടാനുള്ളത് ഇവർക്ക് അറിയത്തില്ല. ഫിലിപ്പാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അറിയത്തില്ല. കൊടുക്കാനുള്ള ആൾക്കാർ കൂടുതലായിട്ട് ചോദിക്കുക. ഡബിൾ ചോദിച്ചു അവിടെ അവർ ഇരട്ടി ചോദിച്ചു കഴിഞ്ഞാൽ 10 കിട്ടും. എക്സ്ട്രാ കിട്ടും. അങ്ങനെ നടക്കുന്നത്. അങ്ങനെ ആ സിറ്റുവേഷനിൽ വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക എങ്ങനെ നമുക്ക് ഇവർ കൊടുത്താൽ ഇത് അവരുടെ ഇതിലോട്ട് പോകും, ഇവർ പോകും. ഞാൻ ചോദിച്ചു വീട്ടിലാരുണ്ട്. വീട്ടിൽ ഫാദർ മദറുണ്ട്. ഗോതിയില വീട്. അവിടെ പിന്നെ വീടുണ്ട്. ഇവർക്ക് 3 പെൺകുട്ടികൾ ഒരു ആംഗ്ലയാണ്. ഇവരൊക്കെ പലയിടത്ത് താമസിക്കുക. ഇവരിവിടെ താമസിക്കുന്ന എന്തിനാ താമസിക്കുന്നത്? ഇല്ല ഇവിടെ താമസിക്കാന്ന് പറഞ്ഞു. ഇവിടെ താമസിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടോ എനിക്കറിയത്തില്ല. ഇവിടെ മാർക്കോസ് സ്കൂളിൽ ഒരു ജോലിയാണെന്ന് പറഞ്ഞു. ഇവിടെ താമസിക്കാൻ എനിക്ക് തോന്നുന്നത് ഈ പൈസ ഇങ്ങനെ ഈ കടക്കാരെ ഒന്ന് മേടിച്ചിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ അത്രയും പോകണമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നെ പറ്റുന്ന ആലോചിക്കാം. ഇവർക്ക് എന്തെങ്കിലും കൈ കിട്ടി കഴിഞ്ഞാൽ പൈസ എക്കണോമിക്സ് കേന്ദ്ര സ്കൂളിൽ വർക്ക് ചെയ്യും. ഇവിടെ അപ്പൊ ഇവർ ഈ രണ്ട് she gets a salary of 4,500 rupees. If I'm not correct, if I'm not wrong. I'm just putting down. ഞാൻ പറയട്ടെ, ഇതിന് നല്ലൊരു ജോലി എവിടെ വാങ്ങിച്ചു കൊടുത്തുകൂടെ? ഇതിന്റെ കൊച്ചു മുന്നിൽ
ഇത് ഏതായാലും വിഷയം നമ്മളെ ഞാൻ സന്തോഷമാണ്. നമ്മുടെ ടെക്സ്മോനെ ആ ജോലി കൊടുക്കാൻ തയ്യാറായി, നമ്മുടെ സന്തോഷം. പക്ഷെ ഈ LKG പഠിക്കുന്ന കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിക്കാൻ സംവിധാനം ഇല്ല. ആ പറഞ്ഞ കാര്യം കറക്റ്റാ. ഇവരിവിടെ താമസിക്കുന്ന കുട്ടികളോട് ഇവർ വേണ്ടുന്നില്ലെന്ന് പറഞ്ഞു. ഇവരുടെ പിന്നെ സിസ്റ്റർ ലോയെ ഫിലിപ്പിന്റെ അവരിവരോട് വേണ്ടതില്ല, കുട്ടികളെ നോക്കത്തില്ല, ഇവരുടെ മദർ നോക്കത്തില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇതിലിവിടെ ഒരു റൂമില് ഞാൻ ടോയ്ലറ്റ് പുറത്തോട്ട് യൂസ് ചെയ്യാം. ഈ ഒരു റൂമിൽ ഇവരെ ഇങ്ങനെ താമസിക്കുക. ഇതിൽ താമസിച്ചു കഴിഞ്ഞാല് പിന്നെ ഇവരെങ്ങനെ ജീവിക്കുന്നത്? ആ കുട്ടികളെ മാനസികമായി അവരെ നശിപ്പിക്കുകയാണ്. അവരിലുള്ള കുട്ടിത്വവും വളർച്ചയും എല്ലാം മുരടിപ്പിച്ച് അവർ കേൾക്കുന്നതാണ്. ഈ supposedly if this lady is എല്ലാ ദിവസവും മരുമോളെ ഇങ്ങനെ പ്രായോഗിക്കുകയാണെങ്കിൽ ഇവർ ഗോതികൾ പോയിട്ട് താമസിക്കാൻ വല്ലതും പറ്റുമോ ചോദിക്കും. ഞാൻ അത്രയും ചോദിക്കാനില്ല. കോഹ്ലിയിൽ ഇത്തരത്തിലുള്ള സപ്പോർട്ട് ഇല്ല എന്ന് തോന്നുന്നു. ഫിനാൻഷ്യലി ഈ വസ്തുവിന്റെ കാര്യത്തെ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ അവർക്കൊരു ഞാൻ പറയാം. This is Cherry and he just wants to, he's calling for 4th time. This is the double Cherry. Hello? Double? പറയ എല്ലാവരും കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ ചെറിയാണ്, എല്ലാവരും കേൾക്കുന്നുണ്ട്. ഈ മുറി നിറച്ച് പഴയ ക്ലാസ്മേറ്റ്സ് ഒക്കെയാണ്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച ടീച്ചർമാർ പോയി. ബാക്കി നീ വിളിച്ചപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ കണ്ടില്ലായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റാത്ത സോറി. എന്തോ okay, one second, please can I have a little silence please? Okay, ചെറിയൻ is saying ഞാൻ വരാൻ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല. അവരുടെ ബാക്കി ചെറിയാണ്. അതിനെ കുറിച്ച് ഞങ്ങൾ പത്തോലക്ഷമായി ആലോചിച്ചിട്ടുണ്ട്. Okay, what I will do is ഈ ഡിസ്കഷന്റെ ഫലം നമ്മൾ ഒന്നുകിൽ ഒരു മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇസ് ബീങ് റെക്കോർഡഡ്, സോ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും കാണാവുന്നതാണ്. ഓക്കെ, ചെറിയ താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. വി വിഷ് യു വർ ഹിയർ. നിന്നെ ഞങ്ങൾക്ക് ചൊറിയാൻ സാധിക്കുമായിരുന്നു, പക്ഷേ നീ വരാൻ ഞങ്ങൾക്ക് ചൊറിയാൻ സാധിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഈ അവസരത്തിൽ ചൊറിയുന്നത് നിർത്തുക. ബൈ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതൊരു മാറ്റണമെങ്കിലും വീടുവാണെങ്കിൽ തുടങ്ങി മാറ്റി പെട്ടെന്ന് ചെയ്തിട്ട് പിന്നെ മാറ്റുന്ന കാര്യത്തെ പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞ കാര്യം അത് തന്നെ. അതൊരു കാര്യം. രണ്ട്, ഇപ്പൊ സ്കൂളിൽ മാറ്റാൻ പറ്റില്ലല്ലോ. എന്റെ അറിവിനോട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ചേച്ചിയാണ്. അവർ അവർ സ്കൂൾ ടീച്ചറുമാണ്. ഇവിടുത്തെ മാത്രമല്ല സ്കൂൾ ടീച്ചറാണ്. അവർ ഇവരുടെ ബ്രദറും ലേഖയുടെ ബ്രദറും ഗൾഫിലാണ്. ഇവർ രണ്ടും ഇപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സ്ത്രീ ചേച്ചി സ്കൂളിലെ ടീച്ചറാണ്. ആണ് ലേഖയുടെ ബ്രദർ ഗൾഫിലുണ്ട്. ഗൾഫിലാണ് ഈ ഗൾഫിലുള്ള ഈ ലേഖയുടെ ചേച്ചിയുടെ വീടിന്റെ അടുത്ത് വിൻസെന്റ് ചോദിക്കോ? വിൻസെന്റ്, ഈ
ഈ ആഴ്ച ഇവിടെ ചോദിച്ചു മനസ്സിലാക്കും ഇവർക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ? അത് തന്നെ മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? എവിടെയാണ് പോകാൻ പറ്റുന്നത്? ഈ ജോലി എങ്ങനെയുണ്ട് ഇത് കണ്ടിന്യൂ പറ്റും നോക്കുക. അപ്പൊ ഈ ആഴ്ച നടന്നത് ഈ വീട്ടിലെ ഇവരുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. ലേഖയുടെ ഒരു മനസ്സിലൊരു പ്രശ്നം എന്ന് പറയുന്നത് വീട്ടിൽ നമ്മൾ സൗത്തായി കഴിഞ്ഞാൽ കുറച്ച് ഇൻഡിപെൻഡന്റ് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കിവിടെ ആരെങ്കിലും വന്നത് തന്നെ അവർ മോശമെടുത്തേക്ക്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ആരെയും ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അവർക്കൊരു ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു മെന്റൽ സപ്പോർട്ട് ഒരാള് സംസാരിക്കാൻ വന്നാൽ പോലെ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള മാറുന്നതല്ല അല്ലേ? സുരത പറയുമ്പോഴല്ലേ സുരത കാണാൻ സുരതയെ അവര് പഠിപ്പിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവരെ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലേ? അവരൊരു രണ്ട് ഹൗസ് ആണെങ്കിൽ അങ്ങോട്ട് അതിനുള്ള കോൺട്രിബ്യൂഷൻ നമുക്കിപ്പോൾ തീരുമാനിക്കാം. അവർക്കൊരു വീട് വാടക എടുത്തിട്ട് ഒരു മാസം കൊടുക്കുന്ന രീതിയിലുള്ള നമ്മളൊക്കെ വിചാരിച്ചാൽ ഒരു 100 rupees ഒരു 100 Indian rupees വെച്ച് വെച്ചാൽ നമുക്ക് മാസം 100 കൊടുക്കാം. ഈസിയായിട്ട് നമുക്ക് നടന്നു പോകാം. Vincent will find out by this weekend. Even those people can because they are. You have very good contact. Vithu പോവല്ലേ? ഇതിലെ ഉണ്ടല്ലോ നാളെ ഈ കാര്യങ്ങളൊന്നും ഇവരോട് ആവുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലോട്ട് പറയുമല്ലോ. നമ്മുടെ കാര്യം കൂടുതൽ എന്റെ കാര്യം കൂടുതലൊക്കെ എടുക്കാൻ പറ്റുന്നത് ഞാൻ അതിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതെന്നോട് പറഞ്ഞില്ല. ഈ നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് അവര് പഠിക്കുന്നത്. അപ്പം ആദ്യം ഇത് ചെയ്തിരുന്നത് ട്യൂഷൻ എടുക്കാൻ. അപ്പൊ വീട്ടിൽ വെച്ചിട്ട് ട്യൂഷൻ എടുക്കാൻ ഈ ഫാമിലി അറ്റ്മോസ്ഫിയർ ഒട്ടും ഹെൽപ്ഫുൾ അല്ല. അപ്പൊ ഈ പള്ളി എന്നുള്ളൊരു സപ്പോർട്ടോ അങ്ങനെ എന്തോ ഒരു ഇൻഫ്ലുവൻസിലാണ് അവിടെ ഒരു ജോലി കിട്ടിയത്. LKG ടീച്ചറായിട്ടാണ് ജോലി. സാലറി വളരെ കുറവാണ്, 4500 രൂപയുള്ളൂ. പിന്നെ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നത് കൊണ്ട് ആ പിള്ളേർക്ക് ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളെ കൊണ്ടുവരാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഈ സ്കൂൾ ഇത് എടുക്കുന്നത്. ഈ ഏരിയ വിട്ടു പോകാൻ അതിന് സമ്മതമാണോ എന്ന് ആദ്യം അന്വേഷിക്കും. ഒരു ഫസ്റ്റ് തിങ് അതാണ്. ഇവിടെയാണ് അതിന്റെ ഒരു ബേസും ജീവിച്ചത്. അറിയാൻ വയ്യാത്തൊരു നാട്ടിൽ പോയി അതിനൊറ്റയ്ക്ക് എത്രയും സ്ട്രഗിൾ ചെയ്ത് പറ്റില്ല. അതൊരു വളരെ എല്ലാവരും കണ്ടല്ലോ, വളരെ വീക്കായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും അതിന് ഒരു പ്രാണി ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ പോരാത്തതിന് ഈ വീട്ടിൽ നിന്നുള്ള ഇത്രയും സ്ട്രഗിൾ സഹിച്ചാൽ എങ്ങനെയൊക്കെയോ അത് കഴിഞ്ഞു കൂടുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ എൻവയോൺമെന്റ് വിട്ടുപോകാൻ പറ്റുമോ അത് അതിനോട് ചോദിച്ചു കൺസൾട്ട് സിസ്റ്റർ ഡൈവോഴ്സ് ആയിട്ട് ഇപ്പൊ വന്നു. ഈ പുരുഷനും ഇതിന്റെ അമ്മയും ഈ പറഞ്ഞ സ്വത്തിന് അവകാശ തർക്കം നടത്തുന്നു. അവകാശ തർക്കങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. നമ്മളിപ്പോ അവരെ എങ്ങനെ ശരിയാവും അത് ബിന്ദു ഞാൻ പറഞ്ഞിട്ട് അവരുമായിട്ട് സംസാരിച്ചത്. ബിന്ദു ഒരു തീരുമാനം എടുക്കാം. ബിന്ദു ഞാൻ തീരുമാനിക്കുന്നതല്ല. ഇത് കേട്ട് കഴിഞ്ഞിട്ട് അവരെന്തും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ. ബിന്ദു ഒരു തീരുമാനം എടുക്കാൻ ഞാൻ പറഞ്ഞ അർത്ഥം വയസ്സായിട്ട് എങ്ങനെ നമുക്ക് ഇവരെ രക്ഷിക്കാൻ ഒരു കാര്യം എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം അത് ബിന്ദു അതിനോട് ചോദിച്ചിട്ട് അതിന്റെ അഭിപ്രായം മാത്രം കേട്ടോണ്ട് കാര്യമില്ലല്ലോ. അത് കേൾക്കുന്ന ഒരാൾ നമ്മളൊരു തീരുമാനം എടുക്കണ്ടേ. ആ ഒരു തീരുമാനത്തെ പറ്റി ഒരു സജഷൻ ബിന്ദു പറയും. അതാണ് ഞാൻ പറഞ്ഞത്. വീട്ടിൽ വിളിപ്പിക്കോ അവിടെ പോയാൽ
വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ വീട് വാടക എടുത്ത് നിങ്ങൾ മാറ്റി ഞങ്ങൾ തീരുമാനിച്ചതല്ല, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു. തീരുമാനം ഒരു വാക്ക് പറയുന്നത് നമ്മള് ഇങ്ങനൊരു പോസിബിലിറ്റി ചിന്തിച്ചു, അതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇന്ന് എന്നോട് പറഞ്ഞത് ഫിലിപ്പിന്റെ സിസ്റ്റർ എന്റെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ജോലിയോടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. പിള്ളേരോട് സംസാരിക്കില്ല, പിള്ളേരെ കണ്ട ബെഗ്ലോ പറയുന്നു എന്ന് പറഞ്ഞ അപ്പൊ എനിക്ക് തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ട് ഇതിനെ ആരും. So I understand. See, but there are two situations. ഒന്ന്, ഇതിനകത്ത് കിടന്നുകൊണ്ട് വെല്ലുവിടുക. Option, there is only one option. Get out of that. അല്ലെങ്കിൽ ഒരു കംഫർട്ട് എൻവയോൺമെന്റ് അവിടെ ഇല്ല. ഇല്ല സെക്യൂരിറ്റി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കറിയത്തില്ല. ചേച്ചിയുടെ വീടിന്റെ അടുത്തങ്ങാണ്ട് വീട് വാടക താമസിപ്പിക്കാം. ചേച്ചിയുടെ പള്ളിയില്ലേ, പക്കത്തെ പള്ളി അവിടെ എവിടെയാണ് താമസിക്കുന്നത്? പിന്നെ ഈ ഇതൊക്കെ ഒരു പൊക്കത്തില്ല അതൊന്നും ഒരു പ്രശ്നം. ഇനി കടക്കാര് വന്ന് അവിടെ വാടകയ്ക്ക് വീട് താമസിക്കുന്നത് വന്ന് ചോദ്യം. അപേക്ഷ കൊടുത്ത് അതിന്റെ നീതി നടക്കുന്നത് അതെനിക്ക് എനിക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. പള്ളി വീട് വെച്ച് കൊടുക്കും, സ്ഥലം മേടിച്ച് വീട് വെച്ച് കൊടുക്കും. അതിന് നമ്മൾ ഒരു ടെൻഷൻ എടുക്കുന്ന കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ടത് കുട്ടികളും വിദ്യാഭ്യാസം അവരുടെ കുട്ടികളുടെയും കാര്യം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അത് ചെയ്യാൻ പോകുന്നത് പറയുന്നതിനെ എന്നിട്ട് അത് നടക്കുന്നില്ല എങ്കിൽ നമ്മൾ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് മറ്റേ കാര്യം നോക്കാം. അല്ലെങ്കിൽ മാസം ഒരു 5,000 രൂപ വെച്ച് വൈദ്യുതി കൂടുതൽ വീടിപ്പോ വേറെ കിട്ടാൻ ചാൻസ് പറഞ്ഞില്ലേ? മാസം 5,000 പുള്ളിക്കാരത്തി കിട്ടത്തക്കത് നമ്മളിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മാസം 5,000 രൂപ giving more, no? See the pending, no? They will okay, let's start with she can manage that. അല്ലെങ്കിൽ ഇതുകൊണ്ട് പറയും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാല് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറും. പിന്നെ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു അല്ലേ അവരെ നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടല്ലോ. ഇതൊന്ന് ഞാൻ എന്റെ മനസ്സിൽ ആദ്യം ഓർത്ത് മാനേജ് പറഞ്ഞല്ലേ ഇതിലൂടെ ജോലിക്ക് പോകുന്ന ക്ലിയറില്ല. ഞാൻ പറയുന്നത് പിന്നെ ഞാൻ എന്റെ മനസ്സിൽ വന്ന കേന്ദ്രീയ സ്കൂളോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിയാൽ മുമ്പോട്ട് അന്ന് എല്ലാവരും കൊച്ചുകൂട്ടിയാണ് ഞാൻ ഫോട്ടോ കാണുന്നത്. എം ഡി ആയിട്ടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാല് ഇത് കഴിവത് വരും. 2-3 പേരെ ഇരുത്തിക്കൊണ്ട് ഒരു ടൈലറിംഗ് സ്കൂൾ നമ്മുടെ കൺട്രോളിലെ സ്കൂൾ നടത്തി അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ. ഇതൊരു പെൺകുട്ടിക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നതാണ്. 1-2 പേരെ തയ്ക്കാൻ നിർത്തത്തെ
ഇത് നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ മിനിസ്റ്ററിനെ പോലെ 2-3 പേര് ആരെങ്കിലും ഒന്നും കൺട്രോൾ വെക്കണം. ഇതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താല്പര്യം കാണിച്ചിട്ട് അവർക്ക് കാണുന്നില്ല. ഫസ്റ്റ് വേണ്ടത് സ്പേസ് ആണ്. 7,000 രൂപ. ഇന്ന് ഏത് ജോലി ഇതൊരു വൈദ്യുത ജോലിയില്ല. പ്രശ്നം ഇങ്ങനൊന്ന് തുടങ്ങുവാണെങ്കിൽ തന്നെ ഈ കടം കൊടുത്തിട്ടുള്ളവർ അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാല് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്കിപ്പൊ പൈസ കൊടുത്താൽ അവർ കടം മേടിച്ചിട്ടു വീടെടുത്ത് മാറി താമസിക്കുന്ന പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യാൻ ചെറുപ്പത്തിലായാലും മറക്കേണ്ടി വരും. അത് മാനേജ് ചെയ്യാൻ എങ്ങനെയെങ്കിലും. So, Dil, what I was thinking is, let's start off with this 5,000 rupees. Okay, and then let them start crawling. ഇപ്പൊ വീണ് കിടക്കുകയാണ്. അതൊന്ന് മുട്ടയിലൊന്ന് നീന്തട്ടെ. മുട്ട നീന്തി കഴിഞ്ഞ് അവര് പതുക്കെ എഴുന്നേക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൈ പിടിച്ച് നമുക്ക് ഉയർത്താം. ഈ 5,000 rupees കോൺട്രിബ്യൂഷൻ ഈക്വൽ കോൺട്രിബ്യൂഷൻ ആവും അല്ലേ? Yes. ഇവിടെ റിച്ചോ